ഇന്ത്യൻ നാവികസേനയ്ക്ക് വേണ്ടി ഏകദേശം 44,000 കോടി രൂപ ചെലവിൽ ഒരു വലിയ പ്രൊജക്ട് ആരംഭിക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ് ഇന്ത്യ ഇപ്പോൾ. ഇന്ത്യൻ മഹാസമുദ്ര മേഖലയിൽ ചൈനയുടെ ആണവ പരമ്പരാഗത അന്തർവാഹിനികൾ നിരന്തരം വന്നു പോകുന്നുണ്ട്. ഈ അന്തർവാഹിനികൾക്ക് ഒരു കഴിവുണ്ട്. അതായത് ഈ ചൈനയുടെ ആണവ പരമ്പരാഗത അന്തർവാഹിനികൾക്ക് നിശബ്ദമായി കടൽ മൈനുകൾ സ്ഥാപിക്കാൻ കഴിയും എന്നാണ് പറയുന്നത്. രഹസ്യാന്വേഷണത്തിനും വിവരങ്ങൾ ശേഖരിക്കാൻ വേണ്ടിയിട്ടുമാണ് ചൈനയുടെ ഈ ആണവ അന്തർവാഹിനികൾ പോലും ഇന്ത്യൻ മഹാസമുദ്രത്തിലേക്ക് എത്തുന്നത് എന്നാണ് ലോക രാജ്യങ്ങൾ പോലും പറയുന്നത്. എന്നാൽ ചൈനയുടെ അവകാശവാദം കടലിന്റെ അടിത്തട്ടിൽ ഗവേഷണം നടത്തുക എന്നതാണ് തങ്ങളുടെ ലക്ഷ്യം എന്നാണ് ചൈനയുടെ അവകാശവാദം. ഇങ്ങനെ ചൈനയുടെ ഈ ആണവ അന്തർവാഹിനികളൊക്കെ ഇന്ത്യൻ മഹാസമുദ്ര മേഖലയിലേക്ക് എത്തുന്നത് ഇന്ത്യക്ക് എന്നും ഒരു തലവേദന തന്നെയാണ്. ഇതിനു പുറമെ ഇന്ത്യയുടെ ശത്രു രാജ്യമായ പാകിസ്ഥാനും തങ്ങളുടെ അണ്ടർ വാട്ടർ കോമ്പാക്ട് ഫ്ലീറ്റ് അതിവേഗം വികസിപ്പിക്കുന്നതിന് വേണ്ടി ചൈനയിൽ നിന്ന് 8 പുതിയ യുവാൻ ക്ലാസ് ഡീസൽ അന്തർവാഹിനികൾ വാങ്ങുകയും ചെയ്യുന്നു. ചൈനയുടെ ഈ ആണവ അന്തർവാഹിനികൾക്ക് കടൽ മൈനുകൾ സ്ഥാപിക്കാനുള്ള കഴിവുമുണ്ട്. ഇത് ഇന്ത്യയിൽ ഇപ്പോൾ ആശങ്ക ഉയർത്തിയിട്ടുണ്ട്. ഇതിനെതിരെ ചൈനയുടെ രഹസ്യ കപ്പലുകളെയും ആണവ അന്തർവാഹിനികളെയും തടയുന്നതിനും ഷിപ്പിംഗ്, സമുദ്ര വ്യാപാരം എന്നിവ തടസ്സപ്പെടുത്തുന്നതിനുമായി ശത്രു സൈന്യം സ്ഥാപിച്ചിരിക്കുന്ന വെള്ളത്തിനടിയിലുള്ള മൈനുകൾ കണ്ടെത്താനും ട്രാക്ക് ചെയ്യാനും നശിപ്പിക്കാനുമായി ഏകദേശം 12 പ്രത്യേക യുദ്ധ കപ്പലുകൾ നിർമ്മിക്കാനുള്ള ഇന്ത്യയുടെ ദീർഘകാല നിർദ്ദേശമാണ് ഇവിടെ ഇപ്പോൾ വീണ്ടും ചർച്ചയിലേക്ക് വന്നിരിക്കുന്നത്. മാധ്യമ റിപ്പോർട്ടുകൾ പ്രകാരം നാവികസേനയ്ക്കായി ഏകദേശം 44,000 കോടി രൂപ ചിലവിൽ 12 നൂതന മൈൻ സ്വീപ്പറുകൾ അല്ലെങ്കിൽ മൈൻ കൗണ്ടർ മെഷർ വെസലുകൾ MCMVകൾ വാങ്ങുന്നതിനുള്ള പദ്ധതിയുമായിട്ടാണ് ഇന്ത്യ ഇപ്പോൾ മുന്നോട്ട് പോകുന്നത്. ഇതിലെ ഏറ്റവും വലിയ ആശങ്കാജനകം എന്ന് പറയട്ടെ, ഇന്ത്യൻ നാവികസേനയ്ക്ക് ഇപ്പോൾ നിലവിൽ ഒരു MCMV പോലും ഇല്ല. നേരത്തെ ഇന്ത്യക്ക് 6 കാർവർ ക്ലാസ് മൈൻ സ്വീപ്പർമാരും 2 പോണ്ടിച്ചേരി ക്ലാസ് മൈൻ സ്വീപ്പറും ഉണ്ടായിരുന്നു. എന്നാൽ ഇത് വർഷങ്ങൾക്ക് മുമ്പേ വിരമിച്ചിരുന്നു. രാജ്യത്തിന്റെ 7,516 കിലോമീറ്റർ നീളമുള്ള സമുദ്ര അതിർത്തികളും 13 പ്രധാന തുറമുഖങ്ങളും 200-ലധികം ചെറുകിട തുറമുഖങ്ങളും സംരക്ഷിക്കാൻ 24 MCMVകൾ ആവശ്യമായി വന്നിരിക്കുകയാണ് ഇപ്പോൾ. നാവികസേന ഇപ്പോൾ നിലവിൽ ഈ നിർണായക വിടവ് നികത്തുന്നത് ചില കപ്പലുകളിൽ ക്ലിപ്പ് ഓൺ മൈൻ കൗണ്ടർ മെഷർ സ്യൂട്ടുകൾ സ്ഥാപിച്ചുകൊണ്ടാണ്. വെള്ളത്തിനടിയിൽ വില കുറഞ്ഞതും താരതമ്യേന എളുപ്പവുമായ രീതിയിൽ ഈ മൈനുകൾ സ്ഥാപിച്ചുകൊണ്ട് ശത്രുവിന്റെ യുദ്ധ കപ്പലുകൾ, വ്യാപാര കപ്പലുകൾ, ടാങ്കറുകൾ എന്നിവ തകർക്കാൻ കഴിയും. അതുകൊണ്ട് തന്നെ ഇന്ത്യക്ക് ഇപ്പോൾ MCMV ഒരു ആവശ്യ ഘടകമായി മാറിയിരിക്കുകയാണ്. എന്നാൽ 2005 ജൂലൈയിൽ 12 MCMVകൾ വാങ്ങുന്നതിനുള്ള പ്രക്രിയ ആരംഭിച്ചിരുന്നു. എന്നാൽ പിന്നീട് ഈ പ്രത്യേക കപ്പലുകളുടെ നിർമ്മാണത്തിനായി ഗോവ ഷിപ്പ്യാർഡും ദക്ഷിണ കൊറിയൻ കമ്പനിയായ കങ്നാമും തമ്മിലുള്ള പങ്കാളിത്തത്തിലാണ് ഇത് കലാശിച്ചത്. എന്നാൽ ചെലവ്, സാങ്കേതിക കൈമാറ്റം, നിർമ്മാണ തന്ത്രം എന്നിവയെ ചൊല്ലിയുള്ള ചർച്ചകൾ കാരണം ഇത് നിർത്തിവെക്കുകയായിരുന്നു. അങ്ങനെ 2017-2018 പ്രതിരോധ മന്ത്രാലയം 32,000 കോടി രൂപയുടെ ഈ പദ്ധതി റദ്ദാക്കുകയായിരുന്നു. ഈ MCMVകൾ എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത് എന്ന് നോക്കിയാൽ ഏകദേശം 900 മുതൽ 1000 ടൺ ഭാരമുള്ള ഈ MCMVകൾക്ക് കാന്തികമല്ലാത്ത ഹള്ളുകളുണ്ട്. വെള്ളത്തിനടിയിൽ കിടക്കുന്നതോ പൊങ്ങിക്കിടക്കുന്നതോ ആയ മൈനുകൾ കണ്ടെത്തുന്ന അതിവേഗ സോണാർ, അക്വസ്റ്റിക്, മാഗ്നറ്റിക് സ്വീപ്പുകൾ എന്നിവ ഇതിൽ ഘടിപ്പിച്ചിട്ടുണ്ട്. ഇത് ചെറിയ വെള്ളത്തിനടിയിലുള്ള വാഹനങ്ങൾ പോലുള്ള റിമോട്ട് കൺട്രോൾ സംവിധാനങ്ങൾ ഉപയോഗിച്ച് സുരക്ഷിതമായ അകലത്തിൽ നിന്ന് ഈ മൈനുകളെ നശിപ്പിക്കുന്നു. അതിശക്തമായ ഒരു നാവികസേനയാണ് ഇന്ത്യക്കുള്ളത്. ഓപ്പറേഷൻ സിന്ദൂർ എന്ന സമയത്തെ 130-ലധികം യുദ്ധക്കപ്പലുകളുള്ള നാവികസേന നിശബ്ദമായി നിർണായകമായ പങ്കാണ് വഹിച്ചത്. പാകിസ്ഥാൻ മുന്നേറുന്നത് തടയാൻ വേണ്ടി വടക്കൻ അറബിക്കടലിൽ INS വിക്രാന്തും യുദ്ധക്കപ്പലുകളും അന്തർവാഹിനികളും വിന്യസിച്ചിരുന്നു. ഇന്ത്യയുടെ കപ്പൽശാലകളിൽ നിലവിൽ നാവികസേനയ്ക്ക് വേണ്ടി 60 യുദ്ധക്കപ്പലുകൾ നിർമ്മാണത്തിലാണ്. കൂടാതെ 3,900 ടൺ ഭാരമുള്ള രണ്ടാമത്തെ മൾട്ടി റോൾ ഫ്രിഗേറ്റ് INS തമൽ അടുത്ത മാസം റഷ്യയിലെ കലിനിൻഗ്രാഡിൽ കമ്മീഷനും ചെയ്യും. കൂടാതെ 7 പുതുതലമുറ ഫ്രിഗേറ്റുകൾ, 8 കോർവെറ്റുകൾ, 6 സ്റ്റെൽത്ത് ഡീസൽ ഇലക്ട്രിക് അന്തർവാഹിനികൾ എന്നിവയുൾപ്പെടെ 31 യുദ്ധ കപ്പലുകൾക്ക് പ്രാരംഭ അംഗീകാരവും ലഭിച്ചു കഴിഞ്ഞു. ഇപ്പോൾ ഈ പുതിയ MCMVകൾ കൂടി എത്തുന്നതോടുകൂടി ഇതിന്റെ എണ്ണം ഇനിയും വർദ്ധിക്കും. അതായത് 2030 ആകുമ്പോഴേക്കും ഇന്ത്യൻ നാവികസേനയ്ക്ക് ഏകദേശം 160 യുദ്ധ കപ്പലുകളുടെ ശക്തി കേന്ദ്രമായി മാറാൻ സാധിക്കും എന്നാണ് മാധ്യമ റിപ്പോർട്ടുകൾ പറയുന്നത്. ഈ MCMVകൾ എത്തുന്നതോടുകൂടി ഇന്ത്യൻ മഹാസമുദ്ര മേഖലയിൽ ശക്തമായ പ്രതിരോധം തീർക്കാൻ ഇന്ത്യക്ക് സാധിക്കും. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ മറക്കാതെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് തരിക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.